ഹലോ എല്ലാവർക്കും LLB ജംഗ്ഷന്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കൺസെന്റ് ആസ് എ ജനറൽ എക്സെപ്ഷൻ എന്നുള്ള ടോപ്പിക്കിനെ കുറിച്ചിട്ടാണ്. സെക്ഷൻ 87 to 89 ഓഫ് IPC ആണ് കൺസെന്റ് എന്നുള്ള ജനറൽ എക്സെപ്ഷനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ നമുക്ക് വൈകിക്കാണ്ട് ടോപ്പിക്കിലോട്ട് പോകാം. സെക്ഷൻ 87 ഓഫ് ഇന്ത്യൻ പീനൽ കോഡ് ഫുട്ബോൾ, അതുപോലെ ഫെൻസിങ്, അതുപോലെ ബോക്സിങ് ഇതുപോലുള്ള ഗെയിംസിനൊക്കെ എതിരായിട്ടുള്ള അതല്ലെങ്കിൽ ഗെയിംസിന്റെ ഒക്കെ പുറത്ത് എടുക്കാൻ പറ്റിയിട്ടുള്ള പ്രതിരോധത്തിനെ കുറിച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഈ ഒരു സെക്ഷനിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്ന് വെച്ചാൽ 18 വയസ്സിന് മുകളിലുള്ള ഒരു വ്യക്തിക്ക് ഒരു പെർട്ടിക്കുലർ ആക്ട് കമ്മിറ്റ് ചെയ്യാൻ സമ്മതം കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഈ വ്യക്തി എന്ത് ചെയ്തു? ആ പെർട്ടിക്കുലർ ആക്ടും ചെയ്തു. അയാൾ ആ ആക്ട് ചെയ്തത് ഈ സമ്മതം കൊടുത്തിട്ടുള്ള വ്യക്തിക്ക് മരണം ഉണ്ടാക്കുക അതല്ലെങ്കിൽ അയാളെ ഗ്രീവിയസ്ലി ഹേർട്ട് ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടൊന്നും അല്ലതാണ്. സോ അങ്ങനെ ചെയ്തിട്ട് ഈ ആക്ട് ഒരു ഒഫൻസിന്റെ നേച്ചറിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ പെർട്ടിക്കുലർ ആക്ടിനെ ഒരു ഒഫൻസ് അല്ലെങ്കിൽ ഒരു ക്രൈം ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല. സോ ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ആക്ട് കമ്മിറ്റ് ചെയ്തിട്ടുള്ള വ്യക്തിയുടെ മുകളിൽ യാതൊരു വിധത്തിലുള്ള ക്രിമിനൽ ലയബിലിറ്റിയും കിടക്കില്ല എന്നാണ് സെക്ഷൻ 87 പറഞ്ഞിട്ടുള്ളത്. സോ ഗെയിംസിനെതിരായിട്ടുള്ള ഡിഫൻസ് ആണ് സെക്ഷൻ 87 പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു സെക്ഷനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഇല്ലുസ്ട്രേഷൻ നോക്കാം. എ എന്നും ബി എന്നും പറഞ്ഞിട്ടുള്ള രണ്ട് വ്യക്തികൾ ഒരു ഗ്രൗണ്ടിൽ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ കളിക്കുന്നതിന്റെ ഭാഗമായിട്ട് ബി എന്ത് ചെയ്തു? പന്തെടുത്ത് തട്ടി ആൻഡ് ആ പന്ത് പോയിട്ട് എ എന്നുള്ള വ്യക്തിയുടെ മുഖത്തിടിച്ചു. എയുടെ മൂക്കിന്റെ പാലം ഒടിഞ്ഞു. സോ ഈ ഒരു സന്ദർഭത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ബി എന്നുള്ള വ്യക്തിക്ക് എതിരായിട്ട് ഒരു ക്രിമിനൽ ആരോപണം ഉന്നയിച്ചാൽ അത് നിലനിൽക്കില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഫുട്ബോൾ കളിക്കാൻ ഇറങ്ങുമ്പോൾ തന്നെ നമുക്കറിയാം ഫുട്ബോൾ കളിയാണ്, പന്ത് തട്ടാൻ സാധ്യതയുണ്ട്, പരിക്കിന് സാധ്യതയുണ്ട് എന്നുള്ളതൊക്കെ. സോ ഈ കാര്യങ്ങളൊക്കെ മുൻകൂട്ടി അറിഞ്ഞുകൊണ്ടാണ് എല്ലാ വ്യക്തികളും കളിക്കാൻ ഇറങ്ങുന്നത്. സോ ഇങ്ങനെ വരുന്ന ഒരു സന്ദർഭത്തിൽ എ എന്നുള്ള വ്യക്തി ബി എന്നുള്ള വ്യക്തിക്ക് ഇംപ്ലൈഡ്ലി ഒരു കൺസെന്റ് കൊടുത്തതായിട്ടാണ് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റുക. ആൻഡ് മോർ ഓവർ ബി എന്നുള്ള വ്യക്തി കരുതി കൂട്ടിക്കൊണ്ട് ഇയാളുടെ മുഖത്തേക്ക് പന്തടിച്ചിട്ട് വീഴ്ത്തിയതില്ല. സോ ഇവിടെ ബി എന്നുള്ള വ്യക്തിക്ക് എന്ത് ചെയ്യാം? കൺസെന്റ് എന്നുള്ള പ്രൈവറ്റ് ഡിഫൻസ് എടുക്കാവുന്നതാണ്. സോ നമ്മൾ പണ്ട് ലോ ഓഫ് ടോർട്സിൽ വോളണ്ടറി നോൺ ഫിറ്റ് ഇഞ്ചുറിയ എന്നുള്ള ഒരു ലീഗൽ മാക്സിമിനെ കുറിച്ചിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു മാക്സിം തന്നെയാണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. ഹി ഹു ഹാവ് കൺസെന്റഡ് ടു സഫർ എ ഹാം ഡസ് നോട്ട് സഫർ എനി ഇഞ്ചുറി എന്നുള്ളതാണ്. അതായത് ഞാനൊരു ഹാം സഫർ ചെയ്യാൻ റെഡിയാണ് എന്ന് പറഞ്ഞിട്ട് സമ്മതം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എനിക്കുണ്ടാവുന്ന ഇഞ്ചുറി ഒന്നും ഒരു ഇഞ്ചുറി ആയിട്ട് കണക്കാക്കില്ല എന്നാണ് ഈ പ്രിൻസിപ്പിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് സെക്ഷൻ 88 ഓഫ് IPC കുറിച്ചിട്ട് നോക്കാം. ഈ സെക്ഷനിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്ന് വെച്ചാൽ ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയുടെ നല്ലത് മുന്നിൽ കണ്ടുകൊണ്ട് ഒരു പെർട്ടിക്കുലർ ആക്ട് കമ്മിറ്റ് ചെയ്തു. ബട്ട് നിർഭാഗ്യവശാൽ ആ ആക്ട് ഈ വ്യക്തിയുടെ മുകളിൽ ഒരു ഹാംഫുൾ എഫക്റ്റ് ആണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഈ വ്യക്തി ഈ ആക്ട് കമ്മിറ്റ് ചെയ്തിട്ടുള്ളത് ആ ഹാം അനുഭവിച്ചിട്ടുള്ള വ്യക്തിയുടെ കൺസെന്റോട് കൂടിയിട്ടും ആണ്. സോ ഈ ഹാം അനുഭവിച്ച വ്യക്തി എന്ത് ചെയ്തിട്ടുണ്ട്? ഇയാൾക്ക് ഈ പെർട്ടിക്കുലർ ആക്ട് പെർഫോം ചെയ്യാനുള്ള പൂർണ്ണ സമ്മതം കൊടുത്തിട്ടുണ്ട്. ആ സമ്മതത്തിന്റെ പുറത്ത് ഈ വ്യക്തി ആ പെർട്ടിക്കുലർ ആക്ട് പെർഫോം ചെയ്തു. ബട്ട് ആ ആക്ട് ഈ സമ്മതം കൊടുത്തിട്ടുള്ള വ്യക്തിയുടെ മുകളിൽ ഒരു ഹാംഫുൾ എഫക്റ്റ് ആണ് ഉണ്ടാക്കിയിട്ടുള്ളത്. സോ ഇങ്ങനെ വരുന്ന സന്ദർഭത്തിൽ ഈ സോക്കോൾഡ് ആക്ടിനെ നമുക്ക് ഒരു ക്രൈം ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല. അതല്ലെങ്കിൽ ഈ പെർട്ടിക്കുലർ ആക്ട് കമ്മിറ്റ് ചെയ്തിട്ടുള്ള വ്യക്തിക്ക് കൺസെന്റ് എന്നുള്ള ആ ഒരു ജനറൽ ഡിഫൻസ് ഉപയോഗിച്ചുകൊണ്ട് ഈ ക്രിമിനൽ ലയബിലിറ്റിയിൽ നിന്ന് ഒഴിഞ്ഞു മാറാമെന്നാണ് ഈ ആക്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഈ ഇഞ്ചുറി അനുഭവിച്ചിട്ടുള്ള വ്യക്തി കൺസെന്റ് കൊടുത്തിട്ടുണ്ടായിരിക്കണം. ആ കൺസെന്റ് എന്ന് പറയുന്നത് ലോന്റെ കണ്ണിൽ വാലിഡ് ആയിട്ടുള്ള കൺസെന്റ് ആയിരിക്കണം. അതായത് കൺസെന്റ് കൊടുക്കാൻ യോഗ്യതയുള്ള വ്യക്തികൾ മാത്രമായിരിക്കണം. ആരുടെയൊക്കെ കൺസെന്റ് ആണ് വാലിഡ് കൺസെന്റ് എന്നുള്ളത് നമ്മൾ കമ്മിങ് സെക്ഷനിൽ ഡിസ്കസ് ചെയ്യും. സോ കൺസെന്റ് കൊടുക്കാൻ യോഗ്യതയുള്ള അതല്ലെങ്കിൽ ലോന്റെ അയിൽ
ഇയാൾ കൺസെന്റ് കൊടുക്കാൻ കേപ്പബിൾ ആയിരിക്കണം. അങ്ങനെയുള്ള തരത്തിലുള്ള ഒരു വ്യക്തിയായിരിക്കണം ഇവിടെ കൺസെന്റ് കൊടുത്തിട്ടുണ്ടാവേണ്ടത്. ആൻഡ് ഈ കൺസെന്റ് ലോഫുള്ളി ഒബ്റ്റെയിൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. അതായത് കോവേഷനോ അണ്ടു ഇൻഫ്ലുവൻസ് വഴിയൊന്നും ആയിരിക്കരുത് ഈ സമ്മതം ഒബ്റ്റെയിൻ ചെയ്തിട്ടുണ്ടാവരുത്. ആക്ച്വലി ഈ സെക്ഷൻ ഉണ്ടല്ലോ മെഡിക്കൽ പ്രൊഫഷനുമായിട്ടാണ് കൂടുതൽ റിലേറ്റ് ചെയ്തിട്ടുള്ളത്. അതായത് ഇപ്പൊ നമ്മൾ എന്തെങ്കിലും അസുഖമായിട്ട് നമ്മളൊരു ഡോക്ടറെ അടുത്തേക്ക് പോവുകയാണ്. സോ ഡോക്ടർ എന്ത് പറയാണ്, ഓപ്പറേഷൻ വേണം എന്നുള്ളത്. സോ നമ്മൾ എന്ത് ചെയ്യണം, ഓപ്പറേഷൻ ചെയ്യാൻ സമ്മതം കൊടുക്കുന്നുണ്ട്. ആൻഡ് ഡോക്ടർ നല്ലൊരു അതായത് നമുക്ക് ബെനിഫിറ്റ് ഉണ്ടാവണം എന്നുള്ള നല്ലൊരു ചിന്തയുടെ പുറത്താണ് ഈ ഓപ്പറേഷൻ ചെയ്യുന്നത്. ആൻഡ് ഓപ്പറേഷൻ്റെ ഇടയിൽ നമുക്ക് ഗ്രീവിയസ് ഹേർട്ടോ അതല്ലെങ്കിൽ നമുക്ക് മരണോ എന്തെങ്കിലും ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഡോക്ടർക്കെതിരെ സ്യൂ ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണ്, നമ്മുടെ കൺസെന്റിന്റെ പുറത്ത് നമ്മുടെ ബെനിഫിറ്റിന് വേണ്ടിയിട്ടാണ് ഈ ഡോക്ടർ ഈ സർജറി പെർഫോം ചെയ്തിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെ ഡോക്ടറുടെ ഭാഗത്തു നിന്ന് യാതൊരുവിധ നെഗ്ലിജൻസും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡോക്ടറെ ഈ ഒരു പെർട്ടിക്കുലർ ഇഞ്ചുറിക്ക് ലയബിൾ ആക്കാൻ പറ്റില്ല. സോ ഈ സെക്ഷൻ 88 ഓഫ് IPC സ്ഥാപിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് എസെൻഷ്യൽസ് അവിടെ ഉണ്ടായിരിക്കണം. അതെന്തൊക്കെയാണെന്ന് നോക്കാം. The act is done for the benefit of the person who suffers injury. ഈ ഇഞ്ചുറി അനുഭവിച്ചിട്ടുള്ള വ്യക്തിയുടെ നല്ലതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ബെനിഫിറ്റിന് വേണ്ടിയിട്ടായിരിക്കണം ഈ മറ്റേ വ്യക്തി, ഈ ആക്ട് കമ്മിറ്റ് ചെയ്തിട്ടുള്ള വ്യക്തി ആ ഒരു പെർട്ടിക്കുലർ ആക്ട് പെർഫോം ചെയ്തിട്ടുണ്ടാവേണ്ടത്. 2 എന്ന് പറയുന്നത് ഈ ഇഞ്ചുറി അനുഭവിച്ചിട്ടുള്ള വ്യക്തി എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം, കൺസെന്റ് കൊടുത്തിട്ടുണ്ടായിരിക്കണം. അതായത് ഞാൻ ഇന്ന രീതിയിലുള്ള ഹാം ഒക്കെ സഫർ ചെയ്യാൻ റെഡിയാണ് എന്ന് പറഞ്ഞുകൊണ്ട്. 3-മതായിട്ട് ഈ ആക്ട് പെർഫോം ചെയ്തിട്ടുള്ള വ്യക്തി നല്ല ഉദ്ദേശത്തോട് കൂടിയിട്ടായിരിക്കണം ഈ ആക്ട് കമ്മിറ്റ് ചെയ്തിട്ടുണ്ടാവേണ്ടത്. അതായത് ഈ ഹാം അനുഭവിച്ചിട്ടുള്ള വ്യക്തിനെ കൊല്ലുക അല്ലെങ്കിൽ അയാൾക്ക് ഉപദ്രവം ഉണ്ടാക്കണം എന്നുള്ള ഇന്റൻഷനോട് കൂടിയിട്ടായിരിക്കരുത് ഈ വ്യക്തി ഈ പെർട്ടിക്കുലർ ആക്ട് കമ്മിറ്റ് ചെയ്തിട്ടുണ്ടാവേണ്ടത്. ആൻഡ് 4-മതായിട്ട് ഇയാൾക്ക് ഇന്റൻഷൻ ഒന്നും ഉണ്ടാവരുത്. അതായത് ഡെത്ത് കോസ് ചെയ്യണം അങ്ങനെയൊന്നും ഉള്ള ഇന്റൻഷൻ ഒന്നും ഉണ്ടായിരിക്കരുത്. ആൻഡ് ആ ഹാം ഡെത്ത് ഓഫ് ദ പേഴ്സൺ ആണ് റിസൾട്ട് ചെയ്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ഈ ആക്ട് കമ്മിറ്റ് ചെയ്തിട്ടുള്ള വ്യക്തിനെ നമുക്ക് ലയബിൾ ആക്കാനും പറ്റില്ല. ഒരു ഇല്ലുസ്ട്രേഷൻ നമുക്ക് നോക്കാം. എ എന്നുള്ള ഒരു സർജൻ ബി എന്നുള്ള വ്യക്തിയുടെ മുഖത്ത് ഒരു സർജറി പെർഫോം ചെയ്യുമായിരുന്നു. അതായത് ബി എന്നുള്ള വ്യക്തിയുടെ മൂക്കിനൊരു ഡിഫക്റ്റ് ഉണ്ടായിരുന്നു. അപ്പൊ ആ ഡിഫക്റ്റ് മാറ്റിയെടുക്കണം എന്ന് പറഞ്ഞിട്ട് ബി എന്ത് ചെയ്യാണ്, എ എന്നുള്ള സർജനെ സമീപിക്കുകയാണ്. ആൻഡ് ബിയുടെ സമ്മതത്തോട് കൂടിയിട്ട് എ ഒരു സർജറി പെർഫോം ചെയ്യുമായിരുന്നു. ബട്ട് എന്ത് ചെയ്യാണ്, ഈ സർജറിയുടെ ഇടയിൽ ബി എന്നുള്ള വ്യക്തി മരിച്ചു പോവാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. സോ ഇവിടെ നമുക്ക് എ എന്നുള്ള വ്യക്തിനെ ബി എന്നുള്ള വ്യക്തിയുടെ മരണത്തിന് കാരണമായി എന്ന് പറഞ്ഞുകൊണ്ട് ശിക്ഷിക്കാൻ പറ്റില്ല. കാരണം എന്താണ്, അയാൾ ബി എന്നുള്ള വ്യക്തിയുടെ ബെനിഫിറ്റിന് വേണ്ടിയിട്ട് നല്ല ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് ആ ഒരു പെർട്ടിക്കുലർ ഓപ്പറേഷൻ പെർഫോം ചെയ്തിട്ടുള്ളത്. ആൻഡ് ഡോക്ടറുടെ ഭാഗത്ത് നിന്ന് നെഗ്ലിജൻസ് ഇല്ലാത്തടത്തോളം കാലം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അയാളെ ക്രിമിനലി ലയബിൾ ആക്കാൻ പറ്റില്ല. ഇനി നമുക്ക് സെക്ഷൻ 89 ഓഫ് IPC കുറിച്ചിട്ട് നോക്കാം. സെക്ഷൻ 89 ഓഫ് IPCയുടെ അണ്ടറിൽ 12 വയസ്സിന് താഴെയുള്ള കുട്ടികളെ കുറിച്ചിട്ടും അതുപോലെ തന്നെ അൺസൗണ്ട് മൈൻഡ് പേഴ്സൺസിനെ കുറിച്ചിട്ടുമാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഈ 2 കാറ്റഗറിയിൽ പെട്ടിട്ടുള്ള വ്യക്തികളുടെ ബെനിഫിറ്റിന് വേണ്ടിയിട്ട് ഇവരുടെ ലോഫുൾ ഗാർഡിയനോ അതല്ലെങ്കിൽ ഇവരുടെ മുകളിൽ ലീഗലി ചാർജ് ഉള്ള ഒരു വ്യക്തിയോ സമ്മതം കൊടുക്കുകയാണ്. ഈ ഒരു ആക്ട് നിങ്ങൾ കമ്മിറ്റ് ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട് സമ്മതം കൊടുക്കുകയാണ്. ആൻഡ് ഈ സമ്മതത്തിന്റെ പുറത്ത് മറ്റൊരു വ്യക്തി ഈ ആക്ട് കമ്മിറ്റ് ചെയ്തു. ആൻഡ് അത് റിസൾട്ട് ചെയ്തത് ഒരു ഹാം ആണ്. അതായത് ഈ 12 വയസ്സിന് താഴെയുള്ള കുട്ടിക്കോ അതല്ലെങ്കിൽ ഈ അൺസൗണ്ട് മൈൻഡ് പേഴ്സണോ ഒരു ഹാം ആണ് റിസൾട്ട് ചെയ്തത് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ സമ്മതം കൊടുത്തിട്ടുള്ള ഈ ഗാർഡിയനെയോ അതുപോലെ തന്നെ ഈ പെർട്ടിക്കുലർ ആക്ട് കമ്മിറ്റ് ചെയ്തിട്ടുള്ള വ്യക്തിയെയോ നമുക്ക് സ്യൂ ചെയ്യാൻ കഴിയില്ല. കാരണം എന്താണ്, ഈ 2 വ്യക്തികളും സമ്മതം കൊടുക്കാൻ ഇൻകേപ്പബിൾ ആയിട്ട് കണക്കാക്കുന്ന കാറ്റഗറിയിൽ പെട്ടിട്ടുള്ള ആൾക്കാരാണ്. ആൻഡ് ഈ ആക്ട് കമ്മിറ്റ് ചെയ്തിട്ടുള്ളത് ഇവർക്ക് ഏതെങ്കിലും രീതിയിലുള്ള ഉപദ്രവം കോസ് ചെയ്യുക എന്നുള്ള ഇന്റൻഷനോട് കൂടിയിട്ടുമല്ല. നേരെ മറിച്ച് ഈ വ്യക്തികളുടെ ബെനിഫിറ്റ് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ ഗാർഡിയൻ സമ്മതം കൊടുത്തിട്ടുള്ളത്. ആൻഡ് ഈ വ്യക്തി ആക്ട് പെർഫോം ചെയ്തിട്ടുള്ളത് ഈ വ്യക്തികളുടെ നല്ലതിന് വേണ്ടിയിട്ടുമാണ്. സോ ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ആ ആക്ടിനെ ഒരു ക്രൈം ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല. നമുക്കൊരു ഇല്ലുസ്ട്രേഷൻ നോക്കാം. ഒരു കുട്ടിയുടെ 12 വയസ്സിന് താഴെയുള്ള കുട്ടിയുടെ ഒരു അച്ഛൻ എന്ത് ചെയ്തു, ഈ കുട്ടിയുടെ വയറിൽ ഒരു സ്റ്റോൺ ഉണ്ടായിരുന്നു. സോ ആ സ്റ്റോൺ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡോക്ടർക്ക് എന്ത് ചെയ്തു,
ഓപ്പറേഷൻ ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട് കൺസെന്റ് ഒപ്പിട്ട് കൊടുത്തു. ആൻഡ് ഈ ഫാദറിന് അറിയാം, അതായത് ഈ സ്റ്റോൺ റിമൂവ് ചെയ്യുന്നതിന്റെ ഇടയിൽ കുട്ടിയുടെ മരണം വരെ സംഭവിച്ചേക്കാം എന്നുള്ളത്. ബട്ട് സ്റ്റിൽ അവരുടെ മുന്നിൽ ആകെ ഉണ്ടായിരുന്നത് ആ കുട്ടിയുടെ വയറിന്ന് കല്ല് എടുത്ത് കളഞ്ഞ ആ കുട്ടി രക്ഷപ്പെടൂലോ എന്നുള്ള ഒരു ചിന്തയാണ്. ആൻഡ് ആ ഓപ്പറേഷൻ എന്തുണ്ടായി, കുട്ടിയുടെ മരണത്തിലോട്ടാണ് എത്തിച്ചിട്ടുണ്ടായിരുന്നത്. ബട്ട് ഈ ഡോക്ടറും അതുപോലെ തന്നെ ഈ ഫാദറും ഈ കുട്ടീനെ കൊല്ലണം എന്നുള്ള ഉദ്ദേശത്തിലല്ല ഈ ഒരു ആക്ട് പെർഫോം ചെയ്തിട്ടുള്ളതോ അതല്ലെങ്കിൽ ഈ ആക്ടിന് വേണ്ടിയിട്ട് കൺസെന്റ് കൊടുത്തിട്ടുള്ളതോ ഉണ്ടായിരുന്നത്. നേരെ മറിച്ച് ഈ കുട്ടീനെ ട്രീറ്റ് ചെയ്യണം എന്നുള്ള നല്ലൊരു ഉദ്ദേശത്തിലാണ് ഇവരിത് രണ്ടുപേരും ചെയ്തിട്ടുള്ളത്. സോ ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ ഓപ്പറേഷൻ ചെയ്തിട്ടുള്ള ഡോക്ടറെയോ അതുപോലെ തന്നെ ഈ ഓപ്പറേഷന് വേണ്ടിയിട്ട് കൺസെന്റ് ഒപ്പിട്ട് കൊടുത്തിട്ടുള്ള ഫാദറിനെയോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ലയബിൾ ആക്കാൻ പറ്റില്ല. കാരണം എന്താണ്, ഇവർ രണ്ടുപേരും കുട്ടീനെ ക്യൂർ ചെയ്യുക എന്നുള്ള ഒബ്ജക്റ്റിലാണ് ഈ ആക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മളിവിടെ നോക്കാൻ പോകുന്നത് സെക്ഷൻ 90 ആണ്. അതായത് എപ്പോഴൊക്കെയാണ് കൺസെന്റിനെ നമ്മൾ ഒരു വാലിഡ് കൺസെന്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യാത്തത്, അതല്ലെങ്കിൽ ഏതൊക്കെ സന്ദർഭങ്ങളിലാണ് നമുക്ക് കൺസെന്റിനെ ഒരു ഡിഫൻസ് ആയിട്ട് എടുക്കാൻ കഴിയാത്തത് എന്നുള്ളതാണ് ഈ സെക്ഷനിൽ പറഞ്ഞിട്ടുള്ളത്. സോ ഈ സെക്ഷനിൽ പറഞ്ഞിട്ടുള്ളത് 5 ടൈപ്പ് ഓഫ് കാര്യങ്ങളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു വാലിഡ് കൺസെന്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. ഒന്ന് എന്ന് പറഞ്ഞു വെച്ചാൽ ഭയത്തിന്റെ പുറത്തോ അതല്ലെങ്കിൽ പേടിയുടെ പുറത്തോ ഒരു വ്യക്തി ഒരു പെർട്ടിക്കുലർ കാര്യം ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് സമ്മതം കൊടുത്തു കഴിഞ്ഞാൽ അതിനെ നമുക്കൊരു സമ്മതമായിട്ട് ട്രീറ്റ് ചെയ്യാൻ കഴിയില്ല. അതായത് എൻ്റെ മുമ്പിൽ കത്തി കാണിച്ചിട്ട് നിന്നെ എപ്പോൾ കൊല്ലും അല്ലെങ്കിൽ ഇതിന് സമ്മതിച്ചോ എന്ന് പറഞ്ഞിട്ട് ഞാൻ സമ്മതം കൊടുത്തു കഴിഞ്ഞാൽ അതിനെ നമുക്കൊരു വാലിഡ് കൺസെന്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല. രണ്ടാമതായിട്ട് കൺസെന്റ് ഗിവൺ അണ്ടർ മിസ്കൺസെപ്ഷൻ ഓഫ് ഫാക്ട്. ഒരു വ്യക്തിയെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഒബ്റ്റെയിൻ ചെയ്യുന്ന കൺസെന്റിനെ നമുക്കൊരു വാലിഡ് കൺസെന്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതായത് എന്തെങ്കിലും ഒരു നുണ പറഞ്ഞുകൊണ്ട് അതല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ കാര്യം ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്ന് ഒരു കൺസെന്റ് ഒബ്റ്റെയിൻ ചെയ്തു കഴിഞ്ഞാൽ അതിനെ നമുക്കൊരു വാലിഡ് കൺസെന്റ് ആയിട്ട് കണക്കാക്കാൻ പറ്റില്ല. പിന്നെ പറയുന്നത് 12 വയസ്സിന് താഴെയുള്ള ഒരു കുട്ടി കൊടുക്കുന്ന കൺസെന്റിനെ വാലിഡ് കൺസെന്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യില്ല. അതുപോലെ തന്നെ അൺസൗണ്ട് മൈൻഡ് ആയിട്ടുള്ള ഒരു വ്യക്തി കൊടുക്കുന്ന കൺസെന്റിനെ നമുക്കൊരു വാലിഡ് കൺസെന്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ മദ്യത്തിന്റെ പുറത്ത് അതല്ലെങ്കിൽ ഇൻടോക്സിക്കേഷന്റെ പുറത്ത് ഒരു വ്യക്തി കൊടുക്കുന്ന കൺസെന്റിനെയും നമുക്കൊരു വാലിഡ് കൺസെന്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല. സോ ഈ സെക്ഷനിൽ പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്ന് കൺസെന്റ് വാങ്ങുന്ന സമയത്ത് അത് ഫ്രീ ഫ്രം ഫിയർ അതുപോലെ തന്നെ ഫ്രീ ഫ്രം മിസ്കൺസെപ്ഷൻ ഒക്കെ ആയിരിക്കണം. അതായത് അയാളുടെ പൂർണ്ണ സമ്മതമായിരിക്കണം നമ്മൾ ഒബ്റ്റെയിൻ ചെയ്യേണ്ടത്. അതല്ലാണ്ട് അയാളെ പേടിപ്പിച്ചുകൊണ്ടോ അയാളെ നിർബന്ധിച്ചുകൊണ്ടോ ഒക്കെ വാങ്ങുന്ന കൺസെന്റിനെ നമ്മളൊരു വാലിഡ് കൺസെന്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യില്ല. സോ ഇല്ലീഗൽ മെത്തേഡിലൂടെയോ അതല്ലെങ്കിൽ അൺലോഫുൾ മെത്തേഡിലൂടെയോ ഒബ്റ്റെയിൻ ചെയ്യുന്ന കൺസെന്റിനെ നമ്മളൊരു വാലിഡ് കൺസെന്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യില്ല. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എഫക്റ്റീവ് ആയി തോന്നിയെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.